ഹായ് ഡിയർ, ഗുഡ് മോർണിംഗ്. നമ്മളൊരു സ്പെസിഫിക് ടോപ്പിക്കാണ് നോക്കുന്നത്. അതായത് മെഡിറ്റേഷൻ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഇരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആ സമയത്ത് വേറെ ചിന്തകൾ വരുവാണ്, വിഷ്വൽസ് വരുവാണ്. അത് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളായിരിക്കാം, അറിയാത്ത കാര്യങ്ങളായിരിക്കാം. എന്തായാലും കറക്റ്റായിട്ട് ചിലപ്പോൾ മെഡിറ്റേഷൻ ചെയ്യാൻ ഇരിക്കാൻ കഴിയുന്നുണ്ടാവില്ല. ആ ഒരു പീസ്ഫുൾ ആയിട്ടിരിക്കാൻ പറ്റുന്നുണ്ടാവില്ല. ചിലപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കാൻ പറ്റുന്നുണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം എന്താണ് അതിനുള്ള റീസൺ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ ഡിയർ. ഡിവൈൻ ഗൈഡ് ചെയ്താലും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിക്ക് കൃത്യമായിട്ട് മെഡിറ്റേഷൻ ചെയ്യാൻ കഴിയാത്തതിൻ്റെ റീസൺ എന്താണ്, ആ ഒരു മെഡിറ്റേഷനുമായി ബന്ധപ്പെട്ട് ഡിവൈൻ എന്താണ് ഗൈഡൻസ് നൽകാൻ ആഗ്രഹിക്കുന്നത് എന്ന് റിവീൽ ചെയ്താലും ഡിവൈൻ ഗൈഡ് ചെയ്താലും. ഒരു മെഡിറ്റേഷൻ്റെ ഒരു വ്യക്തി ചെയ്തുകൊണ്ടിരിക്കുന്ന മെഡിറ്റേഷൻ്റെ കറണ്ട് എനർജി എന്താണ് ഡിവൈൻ? ഓക്കെ, ഈ ഒരു മെഡിറ്റേഷന് ഇത്തരത്തിലുള്ള തടസ്സമുണ്ടാകാനുള്ള കാരണം എന്താണ് ഡിവൈൻ? എന്ത് ഗൈഡൻസ് ആണ് മെഡിറ്റേഷനുമായി ബന്ധപ്പെട്ട് ഡിവൈൻ നൽകാൻ ആഗ്രഹിക്കുന്നത്? നിയർ ഫ്യൂച്ചറിൽ എന്ത് റിസൾട്ടായിരിക്കും ലഭിക്കാൻ പോകുന്നത്? ലോങ് റണ്ണിൽ എന്ത് റിസൾട്ടാണ് ലഭിക്കാൻ പോകുന്നത്? ഏസ് ഓഫ് വോൺസ് ആണ് കറണ്ട് എനർജിയിൽ വന്നിരിക്കുന്നത്. അതായത് നിങ്ങൾ പുതിയൊരു തുടക്കത്തിലാണ് നിൽക്കുന്നതെന്നും, അതായത് ഈ ഒരു മെഡിറ്റേഷൻ്റെ നമുക്കൊരു പീസ്ഫുൾ എനർജി ഉണ്ടല്ലോ, അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട്, ഡിവൈൻലി കണക്റ്റഡ് ആകാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അതിൻ്റെ ഒരു തുടക്കത്തിലാണ് നിങ്ങൾ നിൽക്കുന്നത് എന്നാണ് കാണുന്നത്. ഏതൊരു കാര്യം തുടങ്ങുമ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടണമെന്നില്ലല്ലോ. അപ്പോൾ അതിൻ്റേതായ സ്ട്രഗിൾസ് അവിടെ ഉണ്ടായിരിക്കും. അത്തരത്തിൽ തുടക്കത്തിലാണ് നിൽക്കുന്നതെന്നാണ് കാണുന്നത്. അതുപോലെ ഇവിടെ ഒരു തടസ്സമായിട്ട് വന്നിരിക്കുന്നത് 7 ഓഫ് കപ്സ് ആണ്. പലവിധ ചിന്തകളായിരിക്കും നിങ്ങൾക്ക് ആ സമയത്ത് വരുന്നത്. ചിലപ്പോൾ പ്രോപ്പർ ടൈം കിട്ടുന്നുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് വളരെയധികം ക്വിക്കായിട്ട് ചെയ്തിട്ട് പോകുന്നുണ്ടാവാം മെഡിറ്റേഷനൊക്കെ. അതല്ലെങ്കിൽ മനസ്സിൽ കുറേ കാര്യങ്ങളുണ്ടാവാം. ഇന്നത്തെ മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള തോട്ട്സ് വരുന്നുണ്ടാവാം. ആ കാര്യങ്ങൾക്കായിരിക്കും നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കുന്നത്. ആ മെഡിറ്റേഷൻ എന്നുള്ളൊരു കാര്യത്തിന് പ്രയോറിറ്റി കൊടുക്കാൻ കഴിയാതെ മറ്റു പല കാര്യങ്ങളിലേക്കും നിങ്ങളുടെ ചിന്ത പോകുന്നുണ്ടായിരിക്കാം. ഓക്കെ, അതെപ്പോഴും അങ്ങനെയാണ്. നമ്മൾ മെഡിറ്റേഷൻ്റെ സ്റ്റാർട്ടിങ്ങിലൊക്കെ വരുമ്പോൾ നമുക്ക് പല തോട്ട്സും വരും. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ നിങ്ങൾക്ക് ഉള്ളൊരു ഗൈഡൻസ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ടൈം കണ്ടെത്തേണ്ട അത്യാവശ്യമാണ്. നിങ്ങൾക്ക് ഇത്തരത്തിൽ ആത്മീയമായിട്ട് വളരണം, അല്ലെങ്കിൽ നിങ്ങളിലേക്ക്, നിങ്ങളുടെ സോളിലേക്ക്, അത് ത്രൂ ഡിവൈനിലേക്ക് നിങ്ങൾക്ക് കണക്റ്റഡ് ആകണം എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സോളുമായിട്ട് കണക്റ്റഡ് ആകുമ്പോഴാണ് നമുക്കൊരു ഡിവൈൻ കണക്ഷനും സാധ്യമാകുന്നത്, അല്ലേ? അപ്പോൾ അത്തരത്തിൽ കണക്റ്റഡ് ആകണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് ടൈം കണ്ടെത്താൻ തയ്യാറാകണം. അതിനുവേണ്ടി ചിലപ്പോൾ ഒന്ന് സ്വാർത്ഥരാകേണ്ടി വരും. എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി സമയം കണ്ടെത്തുന്ന, സമയം അത്തരത്തിൽ ചിലവാക്കുന്ന വ്യക്തികളായിരിക്കാം നിങ്ങൾ. നിങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ് എന്നാണ് പറയുന്നത്. ഓക്കെ ഡിയർ. അപ്പോൾ മറ്റ് കാര്യങ്ങളിലേക്കുള്ള ഓട്ടം ആയിരിക്കാം ഇവിടെ വരുന്നത്. നിങ്ങൾക്ക് അത്തരത്തിൽ പീസ്ഫുള്ളായിട്ട് ഇരിക്കാൻ കഴിയുന്നുണ്ടാവില്ല. ഓക്കെ, ഇവിടെ നിയർ ഫ്യൂച്ചറിൽ കുറച്ച് ഒരു സറണ്ടറിങ്ങിലേക്കാണ് നിങ്ങൾ വരുന്നത്. അതായത് ഇതൊരു തുടക്കമാണ്. ഈ ഒരു തുടക്കത്തിൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ള പലവിധ ചിന്തകൾ വരുന്നു. കൃത്യമായിട്ട് മെഡിറ്റേഷൻ ചെയ്യാൻ കഴിയുന്നില്ല. അവിടെ നിന്നും
നിങ്ങൾ ഈ ഒരു ചിന്തകളൊക്കെയും ഒഴിവാക്കിക്കൊണ്ട് ചിലപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് വേണ്ടി ടൈം കണ്ടെത്തിക്കൊണ്ട് നിങ്ങളൊരു സറണ്ടറിങ് നേച്ചറിലേക്കാണ് വരാൻ പോകുന്നത്. നിങ്ങൾക്ക് സറണ്ടർ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ഈ ഒരു ചിന്തകളൊക്കെ ഒഴിവാക്കി ഡിവൈനിലേക്ക് സറണ്ടർ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ലോങ് ടേം ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഫുൾ ഫോക്കസോടുകൂടി കോൺസെൻട്രേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യാനായിട്ട് സാധിക്കും. അത്തരത്തിലാണ് നിങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നിങ്ങൾക്ക് അത്രയും ഒരു പീസ്ഫുള്ളായിട്ട് ഡിവൈനിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ആ ഒരു ലക്ഷ്യം കുറച്ചുകൂടെ, അതായത് നമ്മൾ എത്രത്തോളം മെഡിറ്റേഷൻ ചെയ്യുന്നു അതനുസരിച്ച് നമ്മൾ കണക്റ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. ഇവിടെ ഫുൾ ഫോക്കസോടുകൂടി നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അവിടെ നിന്നും കുറച്ചുകൂടി ദൂരം ഇനിയും നിങ്ങൾ സഞ്ചരിക്കാനുണ്ട് എന്നത് ഓർക്കുക. ഓക്കെ ഡിയർ. ഇവിടെ ബോട്ടം ഓഫ് ദ ഡെക്കും വന്നിരിക്കുന്നത് 3 ഓഫ് വൺസ് ആണ്. അതായത് നിങ്ങൾ മുന്നോട്ട് പോകാൻ തയ്യാറാണ്. ഈ ഒരു മെഡിറ്റേഷനൊക്കെ ചെയ്ത് നിങ്ങൾക്ക് സ്പിരിച്വലി മുന്നോട്ട് പോകണം എന്ന് വളരെയധികം ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാണ്. ഇവിടെ ചെറിയൊരു സ്റ്റക്നെസ് മാത്രമാണ് വന്നിരിക്കുന്നത്. എന്നാലും ഡെഡിക്കേറ്റഡ് ആയിട്ട് മുന്നോട്ട് പോകാൻ തയ്യാറായി നിൽക്കുന്നൊരു വ്യക്തിയാണ് കാണുന്നത്. ഇതൊരു എന്താ പറയുക, ജസ്റ്റ് നിങ്ങളൊന്ന് പോസ് ചെയ്യുന്നു, ജസ്റ്റ് ഒന്ന് എല്ലാ കാര്യങ്ങളും ഒന്ന് നോക്കി കാണുന്നു, കറക്റ്റായിട്ടൊരു വിഷൻ നേടുന്നു, മുന്നോട്ട് പോകുന്നു. ആ ഒരു സ്റ്റേജ് മാത്രമാണ് അത്തരത്തിലെടുക്കുക, മുന്നോട്ട് പോവുക. ഓക്കെ ഡിയർ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വരുന്നൊരു ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് മെഡിറ്റേഷൻ ഇരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു ടൈം കണ്ടെത്തുക. ഓക്കെ ഡിയർ. നമുക്ക് വേണ്ടി ടൈം കണ്ടെത്തേണ്ടത് നമ്മൾ തന്നെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം. ഓക്കെ ഡിയർ. അപ്പോൾ ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായെന്ന് കരുതുന്നു. താങ്ക് യു ഡിയർ. താങ്ക് യു സോ മച്ച്.